ഫിറോസിനെ സംബന്ധിച്ചുള്ള മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോകുന്ന ഒരു യാത്രയാണ് ഇപ്പം പറഞ്ഞ സത്യത്തിൽ ഇപ്പോഴെന്നുള്ളതല്ല. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളല്ലല്ലോ, പല കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ പല പല ദുഃഖങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പല പല ദുഃഖങ്ങൾ. ഇത് ഞാൻ മാത്രമായിരിക്കില്ല, ഹൈദർജി. ഞാൻ ഫിറോസിനെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ദുഃഖത്തോടുകൂടി ഇന്റർവ്യൂ ചെയ്യുന്നു. അതെ, എനിക്ക് എന്റെ മനസ്സിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ട്, ഉറപ്പായിട്ട്. ഹൈദർജിക്ക് ഉണ്ടാവും, ഈ ക്യാമറ ഉണ്ടാവും, കാണുന്ന പ്രേക്ഷകർക്ക് പല പല ദുഃഖങ്ങളാണ്. ഒരെണ്ണം മാത്രമല്ല, അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സാഹചര്യത്തിന് ബന്ധപ്പെട്ടുള്ള ദുഃഖങ്ങൾ ഓരോരുത്തർക്കും. അല്ല, നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു 3-4 കാര്യങ്ങളൊന്നും അല്ല. സാമ്പത്തികം പറയും, അല്ലെങ്കിൽ ഡിവോഴ്സ്, ഇങ്ങനെയുള്ള 3-4 അതൊന്നുമല്ല. നമുക്കൊന്നും മനസ്സിലാക്കാത്തതിനപ്പുറം പല കാര്യങ്ങളുമാണ് ദുഃഖങ്ങൾ. അത് അവരവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദുഃഖങ്ങളില്ലാത്തവരില്ല. ദുഃഖങ്ങൾ വേണം ആക്ച്വലി, എന്നാലേ നമ്മൾ കൂടുതൽ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് നല്ല സന്തോഷമായിട്ടിരുന്നൊരു കാര്യമില്ല. ആ ദുഃഖങ്ങൾ മറികടക്കാൻ. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ആ ദുഃഖങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കാൻ പറ്റുക, മറ്റുള്ളവരുടെ അടുത്ത് നമ്മളൊന്ന് സന്തോഷത്തോടെ, ഒരു ചിരിച്ച മുഖമാണല്ലോ എല്ലാവർക്കും ഇഷ്ടം, ആ ചിരിച്ചു കാണിക്കാൻ പറ്റുന്നത് ഒരു ക്വാളിറ്റി ആയിട്ടല്ലേ. ഞാൻ ഇവിടുന്ന് കരഞ്ഞ് ദുഃഖിപ്പിച്ച് നിങ്ങളെ കൂടെ ദുഃഖിപ്പിച്ച് നിങ്ങളുടെ ദുഃഖം വേറെ, എന്റെ അതിനേക്കാൾ എത്രയോ നല്ലതാണ്, നല്ല പോസിറ്റീവ് ആയിട്ട് പോകണം. അത്രേ ഉള്ളൂ. അപ്പൊ ആ ചിരിക്കുന്നിടത്താണ്. ഇപ്പൊ സജനെ പോലും അവള് ചിരിച്ചിരിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം, മനസ്സിലായ? അപ്പോൾ അവൾ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. അവൾക്ക് ആക്ച്വലി അവളുടെ ഉള്ളിലും ദുഃഖങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ അവൾ ചിരിക്കുമ്പോൾ നമ്മൾ കയ്യടിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ചില കമന്റുകൾ വായിക്കുന്നത് നമുക്കത് ഒരു ബുദ്ധിമുട്ട്. ഞാൻ ആക്ച്വലി കമന്റുകൾ വായിക്കാത്തത് കാണും. പക്ഷെ എന്റെ ഞാൻ വായിക്കാറേ ഇല്ല. കാരണം ആ കമന്റ് എഴുതുന്നവരെ കുറിച്ചുള്ള മാനസികാവസ്ഥ ഞാൻ ഓൾറെഡി പല ഇന്റർവ്യൂവിലും പറയുന്നില്ല. ഈ ചില കമന്റുകളൊക്കെ നമ്മളെ ചില സുഹൃത്തുക്കൾ റൗണ്ട് ചെയ്ത് മാത്രമൊക്കെ ഇട്ടിട്ട് എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് ചില കമന്റുകൾ വായിച്ചു പോകുന്നത്. അപ്പൊ അതില് ഒരു കമന്റിൽ ഇതാണ്, പിന്നെ ഇവർക്ക് ഇങ്ങനെ സജിനയെ കുറിച്ചാണത് ചിരിച്ച് ഇത്ര ഇതായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഡിവോഴ്സിന്റെ ഇത്, അതായത് കുറ്റം പോലെ എന്ന് വെച്ചാൽ അവള് കരഞ്ഞോണ്ട് വരണമെന്നുള്ളത്. അല്ല, സജിനെ ചിരിച്ചിരിക്കണ കാണുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴല്ലേ സത്യത്തിൽ ആൾക്കാർ നല്ല വ്യക്തികളാണെങ്കിൽ, ഞാനൊക്കെ അങ്ങനെയാണ്, നമ്മളൊരു കമന്റ് എഴുതണമെങ്കിൽ നമ്മുടെ ക്വാളിറ്റി അതിനകത്ത് വരുമല്ലേ. നമ്മുടെ വ്യക്തിത്വമാണ് ഒരു കമന്റ് നമ്മൾ എഴുതുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഒരാൾ ചിരിച്ചങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അയാൾ അപ്രിഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ഒരാൾ കരയുന്നതിനേക്കാൾ ഉപരി അയാളുടെ ദുഃഖങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന് ചിരിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെയാണ് അത്. മനസ്സിലായോ? അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. കരയുന്നിടത്ത് നെഗറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ചിരിക്കുന്നിടത്ത് പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതെ, ഈ പറഞ്ഞ പോലെ ഒരു വീട് വെച്ചത് എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെയും പൈസ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. രണ്ടുപേരുടെയും പൈസ ഉണ്ട്. സജനയും അത് പറഞ്ഞിട്ടുണ്ട്, ഫിറോസും അത് തിരുത്തുന്നു. രണ്ടുപേരുടെയും അധ്വാനത്തിന്റെ പൈസയാണ്. സജന അതിനകത്ത് പറയുന്നത് ആ വീട് വിൽക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. എന്താണ് ഫിറോസിന്റെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായും ആ വീട് വിൽക്കണമെന്ന് അദ്ദേഹത്തിന് മാത്രം തീരുമാനമില്ല, ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനങ്ങളാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേർക്ക് തന്നെയാണ് തീരുമാനം എടുത്തത്. ഒറ്റയ്ക്കുള്ളൊരു തീരുമാനമൊന്നുമില്ല. അപ്പൊ അത് വിൽക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൽ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് കുറച്ച് ബേർഡൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് പിന്നെ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടാണ്. അപ്പൊ അതുമൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അത് തീർക്കണം. നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.